ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിൻ്റെ സൗന്ദര്യങ്ങളിൽ ഒന്നായ കുട്ടനാട്ടിലെ കൈനകരി എന്ന ഗ്രാമത്തിൽ ഉള്ള ചാവറയച്ചൻ്റെ ജന്മ വീടാണ്. ഇവിടേക്കുള്ള യാത്രയിൽ ചങ്ങനാശ്ശേരിയിൽ നിൽക്കുമ്പോൾ ചാവറ ഭവൻ്റെ അധികാരിയായിട്ടുള്ള ഫാദർ തോമസ് കാറുമായി വന്നതിനാൽ പിന്നീടുള്ള യാത്ര അദ്ദേഹത്തോടൊപ്പമായിരുന്നു. ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ്. അതിമനോഹരമായ പാത. ഇൻ്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ച് ഫുട്പാത്തുകൾ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ മനോഹാരിതയിലൂടെ ഒരു യാത്ര. ഇലക്ട്രിക് ലൈനുകൾക്ക് പകരം കേബിളുകളാണ് ഈ പാതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വശത്ത് കനാലിൻ്റെ സാന്നിധ്യം ഒരു പ്രത്യേക ഭംഗി തന്നെ നൽകുന്നുണ്ട്. പുറത്ത് നല്ല വെയിലാണെങ്കിലും കാറിൽ ഉള്ള യാത്ര ആയതിനാൽ അത് അനുഭവപ്പെടുന്നില്ല. പുതിയ പാലങ്ങൾ ധാരാളമുള്ള റോഡാണ്. പല സ്ഥലത്തും പണി നടക്കുന്നതേയുള്ളൂ. എങ്കിലും യാത്രയ്ക്ക് യാതൊരു തടസ്സവുമില്ലാതെയാണ് പണികൾ നടക്കുന്നത്. ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിൽ നിന്നും തിരിഞ്ഞു പോകേണ്ട സമയമായി. ഇതാണ് പൂപ്പള്ളി ജംഗ്ഷൻ. ഇവിടെ നിന്നും തിരിഞ്ഞാണ് കൈനകരിയിലേക്ക് പോകുന്നത്. ബസ്സിന് വന്നാൽ ഇവിടെ നിന്നും ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും. എപ്പോഴും സ്വന്തം വാഹനത്തിൽ വരുന്നതാണ് എളുപ്പം എന്ന് തോന്നുന്നു. ഇനി കുട്ടനാടിൻ്റെ ദൃശ്യഭംഗികൾ തുടങ്ങുകയായി. ഒരു കലാകാരൻ ക്യാൻവാസിൽ പകർത്താൻ ആഗ്രഹിക്കുന്ന ദൃശ്യങ്ങൾ. നേർരേഖ വരച്ചതുപോലെയുള്ള മനോഹരമായ റോഡുകൾ. ഇലക്ഷൻ കാലമായതിനാൽ സ്ഥാനാർത്ഥികളുടെ ബോർഡുകളും അങ്ങിങ്ങ് കാണുന്നുണ്ട്. ഒരു KSRTC ബസ് വരുന്നുണ്ട്. എവിടെ വരെയാണ് അത് പോകുന്നതെന്ന് അറിയില്ല. ഒരു പാലവും കടന്ന് മുന്നോട്ട്. അവിടെ വഴിപണി നടക്കുന്നതേയുള്ളൂ. ഈ യാത്രയിൽ ഫാദർ ഒരു എക്സ്പെർട്ട് ഡ്രൈവറാണ് എന്ന് മനസ്സിലായി. കുട്ടനാടിൻ്റെ തനിമയുള്ള കാഴ്ചകൾ. ഇതാണ് ഫാദർ തോമസ്. കുട്ടികൾക്ക് വഴിയിൽ നിന്നും വാങ്ങിയ ഓറഞ്ചുകളും നൽകി അദ്ദേഹം യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ കൈനകരിയുടെ ബോട്ട് ജെട്ടിയോട് അടുക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ബോട്ടിൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ നിന്നും കുറച്ച് ദൂരം മാത്രമേ ചാവറ ഭവനിലേക്ക് ഉള്ളൂ. പണി തീരാത്ത വഴിയായതിനാൽ കാറ് കുലുങ്ങിയാണ് യാത്ര. സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾ വരുന്നുണ്ട്. അവർ കുട ചൂടി നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നല്ല റോഡില്ലാത്തതിനാൽ എത്രമാത്രം സമയമാണ് ഈ കുട്ടികളുടെ നഷ്ടമാകുന്നത് എന്നാണ്. അകലെ വണ്ടി നിർത്തിയിരിക്കുന്നതിൽ നിന്നും ഈ റോഡിൻ്റെ വീതി മനസ്സിലാക്കാം. ഇനിയെങ്കിലും ഇതിനെല്ലാം പരിഹാരം കണ്ടില്ലെങ്കിൽ ഇവരെല്ലാം കേരളം വിട്ട് പോകാനാണ് സാധ്യത. അങ്ങനെ അങ്ങകലെ ചാവറ ഭവൻ കാണാൻ തുടങ്ങിയിരിക്കുന്നു.
അതിമനോഹരമായി പരിപാലിച്ചിരിക്കുന്ന ഈ ചാപ്പലിനുള്ളിലാണ് ചാവറയച്ചൻ ജനിച്ച വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ബുക്ക് സ്റ്റോളും ഒരു കൊച്ചു കോഫി ഷോപ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുറത്ത് ഒരു ചെറിയ പൂന്തോട്ടവും മതിലുകളിൽ ചാവറയച്ചൻ്റെ ഉപദേശങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മനോഹരമായ വള്ളം കുട്ടനാടിൻ്റെ തനിമ നിലനിർത്താനായി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ചാപ്പലിൻ്റെ ഉൾഭാഗം. ക്രൂശിത രൂപത്തിന് പുറകിലായി ഓലമേഞ്ഞ് കാണുന്നതാണ് ചാവറയച്ചൻ്റെ ജന്മഗൃഹം. വിശുദ്ധ ചാവറപ്പിതാവ് ഒരു മനുഷ്യസ്നേഹിയായിരുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്നത്. തൻ്റെ തന്നെ ജീവിതം കൊണ്ടാണ് മനുഷ്യനെ ചാവറപ്പിതാവ് കണ്ടിട്ടുള്ളത്. കേരളത്തെ മുഴുവനും പരിഷ്കരിക്കാനായിട്ട്, നല്ല രീതിയിലൂടെ അതിനെ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ് വിശുദ്ധ ചാവറപ്പിതാവ്. ഇതാണ് ചാവറയച്ചൻ്റെ ജന്മഗൃഹം. പഴമയുടെ തനിമ അതേപടി ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. വാസ്തുശാസ്ത്രപ്രകാരവും തച്ചുശാസ്ത്രപ്രകാരവും നിർമ്മിച്ചതാണ് നിർമ്മിതികൾ എന്ന് കാണാൻ കഴിയും. കയറുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തിയിരിക്കുന്ന മേൽക്കൂര, തൂണുകൾ മരത്തിൻ്റെ ലോക്ക് ഉപയോഗിച്ച് ബലപ്പെടുത്തിയിരിക്കുന്നത് കാണുമ്പോൾ പണ്ടുകാലത്തെ മരപ്പണിക്കാരുടെ വൈദഗ്ധ്യത്തെ പ്രശംസിക്കാതെ തരമില്ല. പഴമയെ ഒട്ടും മങ്ങലേൽപ്പിക്കാതെ നിലനിർത്തിയിരിക്കുന്ന ചവറ ഭവനിലെ അധികാരികളും പ്രശംസ അർഹിക്കുന്നു. ഇതാണ് ചാവറയച്ചൻ ജനിച്ച മുറി. വീടിന് താഴെ ഒരു നിലവറയും കൂടി ഉണ്ട്.
പണ്ട് കാലത്തെ മിക്ക വീടുകളിലും ഇങ്ങനെ നിലവറ കാണാവുന്നതാണ്. പഴയകാല ഓർമ്മകൾ പുതുക്കാനായി ഒരു മ്യൂസിയം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ മ്യൂസിയത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പണ്ടു വെള്ളം പാടത്തേക്ക് എത്തിക്കാനായി ഉപയോഗിച്ചിരുന്ന ചക്രമാണ് ഇത്. അന്നത്തെ കാലത്തെ ജീവിതങ്ങൾ 3D രൂപത്തിൽ ചുമരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ചാവറ ഭവൻ കണ്ട് ബോട്ടിൽ ആലപ്പുഴയിലേക്ക് മടക്കം. കാണുമ്പോൾ അതിസുന്ദരമെങ്കിലും അവിടെ താമസിക്കുന്നവർക്ക് അനേകം പ്രതിസന്ധികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു യാത്രയായിരുന്നു ഇത്. അങ്ങനെ വീണ്ടും ഗ്രാമത്തിൻ്റെ ശാന്തതയിൽ നിന്ന് നഗരത്തിൻ്റെ തിരക്കിലേക്ക്.